ഇത് പല സമരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. കർഷക സമരങ്ങൾ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഗുസ്തി താരങ്ങളുടെ സമരങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കണ്ട സമയത്ത് എല്ലാത്തിനും മുന്നിലും കേന്ദ്ര സർക്കാർ വിജയിച്ച് നിൽക്കുന്ന ഒരു ഭാവമായിരുന്നു പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ കേന്ദ്ര സർക്കാരിനെ അടിമുടി തേച്ചൊട്ടിച്ചു എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ ആ രീതിയിൽ കേന്ദ്ര സർക്കാർ ശരിക്കും താഴെ വീണിരിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം കേന്ദ്ര സർക്കാരിലെ ഒരിക്കലും രാജിവെക്കില്ല എന്ന് തീരുമാനിച്ച ഒരു മന്ത്രിയെ രാജിവെപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിയുടെ അവസ്ഥ തകർന്നടിഞ്ഞൊരവസ്ഥയിലാണ്. മറ്റൊരു മാർഗങ്ങളുമില്ല. 3 മണിക്കൂർ ചർച്ചയ്ക്ക് മുൻപ് വലിച്ചിറക്കുന്നതിന് മുൻപ് സ്വയം ഇറങ്ങാം എന്നൊരു രീതിയിൽ ഒരു രാജിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് കൂടുതൽ ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഇതില് വിദ്യാർത്ഥികളുടെ യുവാക്കളുടെ ഒക്കെ ഒരു വലിയ വിജയം എന്നതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തെ പ്രതിപക്ഷ ശബ്ദത്തിന്, ഞാൻ പറയുന്നത് പ്രതിപക്ഷ പാർട്ടികളെ കുറിച്ചല്ല, പ്രതിപക്ഷ ശബ്ദം, അതായത് ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരായി ജനങ്ങൾക്കിടയിൽ ഒരു വലിയ വികാരമുണ്ട് എന്നും അത് ഏതൊക്കെ രൂപത്തിലും ഭാവത്തിലുമാണെങ്കിലും ആ എതിർ ശബ്ദങ്ങൾക്ക് വലിയ ശക്തിയുണ്ട് എന്ന് BJP തന്നെ തിരിച്ചറിയുകയും ആ ശക്തി തങ്ങളെ വലിയ തോതിൽ കടപുഴക്കുമെന്ന് മോദി സർക്കാരിന് മനസ്സിലാവുകയും ചെയ്തതിൻ്റെ ഒരു പ്രകടമായ ഉദാഹരണം അല്ലെങ്കിൽ ഒരു തെളിവായി ഈ സംഭവം ചരിത്രത്തിൽ അങ്ങനെ തന്നെ രേഖപ്പെടുത്തപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് മോദി സർക്കാർ ഒരു വിഷയത്തിൽ വിട്ടുവീഴ്ചയല്ല, ഒരു വീഴ്ച തന്നെ നടത്തുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും. ഇപ്പോൾ ആദ്യം സൂചിപ്പിച്ച കർഷക സമരം ഒരു വിജയമായിരുന്നു. കാരണം കർഷക നിയമത്തിനെതിരായിരുന്നു ആ സമരം. ഒടുവിൽ കർഷക നിയമം അല്ലെങ്കിൽ ആ കർഷക ബില്ല് കേന്ദ്ര സർക്കാരിന് പിൻവലിക്കേണ്ടി വന്നു. പക്ഷേ അത് ഒരു വലിയ പ്രോസസ്സിലൂടെയാണ്, ഒരു വർഷക്കാലത്തോളം നീണ്ടുനിന്ന സമരങ്ങളിലൂടെയും ഐതിഹാസികമായ ചെറുത്തുനിൽപ്പുകളിലൂടെയും പ്രതിരോധത്തിലൂടെയും നിരന്തരമായ സമരങ്ങളിലൂടെയും സംഘർഷങ്ങളിലൂടെയും ഒക്കെയാണ് ആ സമരം വിജയം നേടിയത്. പക്ഷേ ഈ ജെൻസി സമരം അല്ലെങ്കിൽ ഈ യുവാക്കളുടെ സമരം എന്ന് പറയുന്നത് വളരെ ക്യുക്കായിട്ട് വിജയം നേടിയ ഒരു സമരമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ സമരം കുറേ നാളുകളായി 22 ദിവസത്തോളം ജന്തർ മന്ദറിൽ സമരം സമാധാനപരമായി പോയിരുന്നു. പക്ഷേ ആ ഘട്ടങ്ങളിൽ ഒന്നും കേന്ദ്ര സർക്കാർ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. അങ്ങനെ പാർലമെന്റിലേക്ക് പ്രതിഷേധം നടത്താം, പാർലമെന്റിന് മുന്നിലേക്ക് മാർച്ച് നടത്താം, അല്ലെങ്കിൽ ഈ പ്രതിഷേധം മാറ്റാം എന്ന നിലയിലേക്കൊക്കെ വളരെ കടുത്ത നീക്കങ്ങളിലേക്ക് ഈ യുവാക്കൾ നീങ്ങുകയും പ്രതിപക്ഷം ഇതിന് പിന്തുണ കൊടുക്കുകയും ചെയ്തപ്പോഴാണ് ഈ സമരം യഥാർത്ഥ സമരരൂപത്തിലേക്ക് മാറിയത് എന്നാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വളരെ വേഗത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് കളം വിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി എന്നത് ഈ സമരത്തിൻ്റെ ഒരു ഐതിഹാസികമായ വിജയം, അല്ലെങ്കിൽ ഈ സമരത്തിൻ്റെ തന്നെ ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ ഒരു വിജയം എന്ന് തന്നെ നമുക്ക് കാണാം. ഇപ്പോൾ നോക്കുക, ധർമ്മേന്ദ്ര പ്രധാന്റെ പുതിയൊരു പ്രസ്താവന വന്നിരിക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ചയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചു, രാജ്യത്തിൻ്റെ ഐക്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് രാജി എന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ഗതിയുമില്ലാതെ ഗത്യന്തരമില്ലാതെ രാജിവെച്ചില്ലെങ്കിൽ, ഇപ്പോഴാണെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ മാത്രം രാജിവെച്ചാൽ മതി, ഇനിയും ഈ സമരം മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജി പോലും ആവശ്യപ്പെടുന്ന വിധത്തിലേക്ക് ഈ സമരം രൂക്ഷമാവുകയെന്നും ഈ ജന്തർ മന്ദറും ഡൽഹിയും അടങ്ങുന്ന പ്രദേശങ്ങളിൽ നിന്ന് ഈ സമരം രാജ്യവ്യാപകമാകുമെന്നും ഒക്കെയുള്ള തിരിച്ചറിവിൽ നിന്നായിരിക്കണം പൊടുന്നനെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോഴും ഇവർ പറയുന്ന ഒരു ഡിഫൻസ് എന്ന് പറയുന്നത് ഈ സമരം ഇങ്ങനെ മുന്നോട്ട് പോയാൽ അത് രാജ്യത്തിൻ്റെ ഐക്യം തകർക്കുന്ന വിധത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ടായിരുന്നു, അതുകൊണ്ട് രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയാണ് ഈ രാജി. അപ്പോഴും കുറ്റസമ്മതം നടത്തിയിട്ടുള്ള ഒരു രാജി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോഴും ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സമരം ഈ നീറ്റ് പരീക്ഷാ വിഷയവുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് രാജ്യത്തിൻ്റെ ഐക്യം തകർക്കപ്പെടാതിരിക്കാൻ വേണ്ടി താനൊരു വലിയ വിട്ടുവീഴ്ച ചെയ്തതാണ്, അല്ലെങ്കിൽ താനൊരു വലിയ ത്യാഗം ചെയ്തതാണ് എന്ന മട്ടിലൊക്കെയാണ് ഇതിനൊരു നെറേറ്റീവ് ഉണ്ടാക്കപ്പെടുന്നത്. എന്ത് തന്നെ നെറേറ്റീവുകൾ നൽകിയാലും ഏത് തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിച്ചാലും മനുഷ്യന്മാർക്കും മനസ്സിലാവും, ബോധമുള്ള മനുഷ്യർക്ക് മനസ്സിലാവും, ഇത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ഭയന്നുകൊണ്ടുള്ള, യുവാക്കളുടെ പ്രതിഷേധത്തെ ഭയന്നുകൊണ്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ ഇടപെടലുകൾ, ഇനി നടക്കാൻ പോകുന്ന സമരങ്ങൾ, ഇതിനെയൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതെല്ലാം വലിയ തിരിച്ചടികളാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു കൃത്യമായ വീഴ്ച തന്നെയാണ്, മുട്ടുമടക്കലാണ് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും ഈ സംഘപരിവാർ അനുകൂലികൾ സോഷ്യൽ മീഡിയയിലൊക്കെ രാജ്യവിരുദ്ധ സമരം, ദേശവിരുദ്ധ സമരം, ഇപ്പോൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ അങ്ങനെ പറഞ്ഞാൽ പോലും ഈ RSSന്റെ ഭാഗത്തു നിന്നും രാവിലെ ഉണ്ടായ ഒരു പ്രസ്താവന വിദ്യാർത്ഥികളെ കേൾക്കണമെന്നുള്ളതായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രതിപക്ഷവും അല്ലെങ്കിൽ ജനങ്ങൾ ഒട്ടാകെ രാജ്യത്തിലെ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു, അപ്പുറത്ത് കേന്ദ്ര സർക്കാർ മാത്രം ഒറ്റപ്പെട്ട് നിൽക്കുന്നു
നിൽക്കുന്നു എന്നൊരു അവസ്ഥ സംജാതമായപ്പോഴാണ് ഈ ഒരു രാജിയിലേക്കൊക്കെ കാര്യങ്ങൾ കടന്നു വന്നത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞ മറ്റൊരു കാര്യം, കുട്ടികളുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരുടെ ആ വിഷമത്തിൽ മനന്നൊന്നാണ് താൻ ഈ ഒരു രാജിക്ക് ഒരുങ്ങിയിരിക്കുന്നതെന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി വരെ ഇല്ലാത്തൊരു മനോവിഷമമാണ് ഇന്ന് പുലർച്ചെ ഈ ഒരു ഉച്ചയ്ക്ക് സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന് വന്നിരിക്കുന്നത് എന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുമാത്രമല്ല, ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പ്രതിപക്ഷം ഇതിലേക്ക് വന്നതൊരു ഈ ഒരു ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഈ ഒരു ചർച്ച ഒരിക്കലും അല്ലെങ്കിൽ ഈ ഒരു പ്രക്ഷോഭം ഒരിക്കലും വലിയ ചർച്ചയൊന്നും ആയിരുന്നില്ല. അതിനുശേഷം സോനം വാങ്ചുക് വരുന്നു, അതിനുശേഷം പ്രതിപക്ഷം വരുന്നതോടുകൂടിയാണ് ഈ ഒരു പിക്ചർ തന്നെ മാറിപ്പോകുന്നത്, ഇത്രയേറെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. മാത്രമല്ല, ഇന്ന് കൂടി രാവിലെ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും ഈ ഒരു വകുപ്പ് മാറ്റം പോലും തങ്ങൾ അനുവദിക്കില്ല, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തന്നെയാണ് മുഖ്യ വിഷയം, അത് കിട്ടണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് സൂചിപ്പിച്ചതുപോലെ തന്നെ മുട്ടുമടക്കി എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ മുട്ടുമടക്കി എന്ന് തീർച്ചയായിട്ടും അത് മുട്ടുമടക്കി എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെയും പ്രതിപക്ഷത്തിന്റെയും ഒരു വലിയ വിജയമായി തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. കാരണം രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഒക്കെ ഈ വിഷയത്തിൽ വളരെ ബുദ്ധിപരമായാണ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. നോക്കുക, ആദ്യം തന്നെ ഈ സമരത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഇറങ്ങുകയായിരുന്നുവെങ്കിൽ ഈ സമരം ഇത്രയും വ്യാപിക്കില്ലായിരുന്നു. എന്ന് മാത്രമല്ല, ഇതിനെ ആദ്യം തന്നെ രാഷ്ട്രീയപരമായ സമരം എന്ന് പറഞ്ഞ് ഇതൊരു ജനങ്ങളുടെ സമരമല്ല, മറിച്ച് ജനങ്ങളുടെ ആവശ്യമല്ല, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള പ്രതിപക്ഷത്തിന്റെ കാട്ടിക്കൂട്ടലാണ് എന്ന മട്ടിലേക്ക് ഇതിനെ പൂർണ്ണമായും സൈഡ് ലൈൻ ചെയ്ത് കളഞ്ഞേനെ ഈ പറയുന്ന BJP. ഒരുപക്ഷെ അതിനവർക്ക് വിജയിക്കാനും കഴിഞ്ഞേനെ. ഒരു സമരത്തിന് ഒരു രാഷ്ട്രീയ മാനം വരികയും അതൊരു വിഭാഗം മാത്രം നടത്തുന്ന സമരമാണ് എന്ന് വരികയും ചെയ്താൽ തീർച്ചയായിട്ടും അതിനുള്ള ജനപിന്തുണ, സാധാരണക്കാരായ നിഷ്പക്ഷരായ ജനങ്ങളുടെ പിന്തുണ അതിന് കുറയുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഇവരെ നിരീക്ഷിക്കുക തന്നെയായിരുന്നു. ഇവരുടെ ആവശ്യം ന്യായമാണ്, അല്ലെങ്കിൽ ഇവർ നിശ്ചയദാർഢ്യമുള്ളവരാണ്. അതുപോലെ തന്നെ യുവാക്കൾ കൂടുതലായി ഈ സമരത്തിലേക്ക് വരുന്നു. ഇത് യുവാക്കളുടെ മുഴുവൻ സ്പന്ദനം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള അഭിജിത് ദീപ്കയുടെ അടക്കമുള്ള നീക്കമാണ് എന്നെല്ലാം തിരിച്ചറിഞ്ഞ് ഒരു ഘട്ടമെത്തുമ്പോൾ ഇതിന് പിന്തുണ നൽകാം എന്ന് തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും പദ്ധതിയിട്ടിരുന്നത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ഘട്ടം എത്തിയപ്പോൾ അവർ ഇടപെടുന്നു. അത് പാർലമെന്റ് സമ്മേളനത്തിന്റെ അന്ന് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സമരം കൂടുതൽ ശ്രദ്ധ നേടുന്നു. ജനങ്ങൾ മുഴുവനായി അല്ലെങ്കിൽ വലിയ തോതിൽ ജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. രാജ്യം മുഴുവൻ സമരം ഏറ്റെടുക്കുന്ന നിലയിലേക്ക് വരുന്നു. അതുപോലെ തന്നെ അതേസമയം തന്നെ പാർലമെന്റിനുള്ളിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ, പ്രതിപക്ഷ MP-മാർ പാർലമെന്റിനുള്ളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഈ വിഷയം ആളിക്കത്തിക്കുന്നു. ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ല. അതായത് ഒരു വശത്തെ യുവാക്കൾ വലിയ തോതിൽ സമരവുമായി മുന്നോട്ട് പോയി BJPക്ക്, കേന്ദ്ര സർക്കാരിന് വലിയ പ്രതിരോധം സൃഷ്ടിക്കുമ്പോൾ അതേസമയം തന്നെ പാർലമെന്റിനുള്ളിലും ഈ വിഷയം ഇല്ലാതെ മറ്റൊരു വിഷയത്തെക്കുറിച്ചും ചർച്ച ചെയ്യാൻ അനുവദിക്കില്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന് ശേഷം മാത്രം ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ച എന്ന് പറഞ്ഞുകൊണ്ട് പാർലമെന്റിനുള്ളിൽ ഈ പ്രതിപക്ഷം ഭരണപക്ഷത്തെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കുന്ന സാഹചര്യവും കണ്ടു. രാഷ്ട്രീയപരമായുള്ള വലിയ സമ്മർദ്ദം, അതുപോലെ ജനകീയമായിട്ടുള്ള വലിയ സമ്മർദ്ദം. ഇപ്പം രാജ്യത്തെ ഗോദി മീഡിയ എന്ന് പറയപ്പെടുന്ന ദേശീയ മാധ്യമങ്ങളൊക്കെ ഈ സമരത്തെ തമസ്കരിച്ചു. റിപ്പബ്ലിക് അടക്കമുള്ള ചാനലുകൾ, മാധ്യമങ്ങൾ ഇതിനെതിരെ വലിയ നിലപാടെടുത്തു. ഖത്തറിൽ നിന്ന് സൊമാറ്റോയിൽ ഈ സമരത്തിലേക്ക് ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് വിദേശ ഫണ്ടിങ്ങോട് കൂടി നടക്കുന്ന സമരമാണെന്ന നാണംകെട്ട വാദം അർണബ് ഗോസ്വാമിയെ പോലെ ലോകമറിയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു മാധ്യമ മുതലാളി അദ്ദേഹത്തിന്റെ ഫ്ലോറിൽ നിന്നുകൊണ്ട് BJPക്ക് വേണ്ടി കിടന്ന് വാദിക്കുകയാണ്. ഈ രാജ്യത്തുള്ള സകലമാന BJP IT സംവിധാനങ്ങളും സോഷ്യൽ മീഡിയ സംവിധാനങ്ങളും ഈ സമരത്തെ രാജ്യവിരുദ്ധമെന്നും രാജ്യദ്രോഹമെന്നും സോനം വാങ്ചുക് ചൈനീസ് ഏജന്റ് ആണെന്നും വിദേശ ഫണ്ടിങ്ങോടുകൂടി ഇന്ത്യയെ തകർക്കാൻ നടക്കുന്ന ശ്രമമാണെന്നും അതെ, ട്രംപിന്റെ അമേരിക്കൻ ഇടപെടൽ വരെ ഇതിനകത്ത് പറഞ്ഞു തന്നിരുന്നു. നോക്കുക, ട്രംപ് ഈസ് മൈ ഫ്രണ്ട് എന്നും പറഞ്ഞിട്ട് പുള്ളിയെ ട്രംപ് ജയിക്കാൻ വേണ്ടി ഇവിടെ കിടന്ന് പൂജകൾ വരെ നടത്തിയ ആളുകളാണ് ഇപ്പോൾ ഈ ട്രംപിന്റെ വരെ ഇടപെടൽ ഈ സമരത്തിന് പിന്നിലുണ്ട്. അതായത് ഒരു തരത്തിലുമുള്ള അടിസ്ഥാനമില്ല. ഏതും ഇതിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, RSS കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ഇത്തരത്തിൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് വന്നൊരു വാർത്ത അനുസരിച്ച് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ കേൾക്കണം അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്നൊരു പ്രസ്താവന വന്നതിന് ശേഷമാണ് ഈ പറയുന്ന രാജി സംഭവിച്ചിരിക്കുന്നത് എന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതായത് RSS കേന്ദ്രങ്ങളിൽ ഈ ഒരു ചർച്ച നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു രാജി അനിവാര്യമാണ് എന്ന്, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെടുത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ അവസാനത്തെ അടവും എന്നുള്ള രീതിയിലായിരിക്കാം ഒരുപക്ഷെ RSS ഈ ഒരു രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റൊന്ന് പറയാനുള്ളത്, നേരത്തെ ഇത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ പ്രതിഷേധം തുടങ്ങിയ സമയത്തൊക്കെ വലിയ ശ്രദ്ധയൊന്നും ആകർഷിക്കുന്നുണ്ടായിരുന്നില്ല, ആരും ഇതിനെ വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. സോഷ്യൽ മീഡിയയിലൂടെ മാത്രമാണ് ഈ ഒരു ചർച്ച മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ
പ്രതിഷേധങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ സോനം വാങ്ചുക്കിന്റെ വരവോടുകൂടി ഈ പ്രശ്നം കുറച്ചുകൂടി ശ്രദ്ധ ആകർഷിക്കപ്പെടുകയും അതിനുശേഷം പ്രതിപക്ഷത്തിന്റെ വരവോടുകൂടി കൃത്യമായിട്ടുള്ള സ്ഥലത്ത് പ്രതിപക്ഷം ഇതിനെ കറക്റ്റ് ചെയ്ത് അവിടെ പോസ്റ്റ് ചെയ്തതോടുകൂടിയാണ് ഇതിന്റെ ഈ ഒരു ചിത്രം മാറുന്നത്, അല്ലെങ്കിൽ ഒരു പിക്ചർ മാറുന്നത്, ഇതിന്റെ മറ്റു കാര്യങ്ങൾ കൂടി വന്നിരിക്കുന്നത്. അതോടുകൂടി മോദി സർക്കാർ ഒരു പ്രതിസന്ധിയിലാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു. അപ്പോൾ മോദി സർക്കാരിന് തീർച്ചയായും ഒരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും തരത്തിൽ ഇതിനെ ഒന്ന് ക്രോഡീകരിക്കണം, അല്ലെങ്കിൽ ഒന്ന് ഒതുക്കണം എന്നുള്ള കാര്യങ്ങൾ മോദി സർക്കാരിന് ഒരു ധാരണ വന്നത് അതിന് ശേഷമാണ്. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ വരവ് എന്ന് പറയുന്നത് വളരെ കൃത്യമായ ഒരു സമയത്തായിരുന്നു അവർ ഈ ഒരു പ്രശ്നത്തിലേക്ക് എൻട്രി നടത്തിയത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, സാധാരണ എല്ലാ പ്രക്ഷോഭങ്ങളിലും കാണുന്നത് പോലെ ഒരുപാട് ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു, അതിൽ ഏതെങ്കിലും ആവശ്യങ്ങളൊക്കെ നടത്തുന്നു, ബാക്കി കുറേ ആവശ്യങ്ങൾ തള്ളിക്കളയുന്നു എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇതിൽ സമരക്കാർ പറഞ്ഞിരിക്കുന്ന ആവശ്യങ്ങൾ എന്താണോ അത് നടപ്പിലാക്കുന്നത് വരെ അവർ സമരവുമായി മുന്നോട്ട് പോകുമെന്ന ഒരു കൃത്യമായ ഒരു ബോധ്യം വന്നതോടുകൂടി സർക്കാരിന്റെ മറ്റ് മാർഗങ്ങളില്ലാതെയായി എന്ത് വില കൊടുത്തും ഈ അവരവരുടെ ആ ഒരു മുഖം രക്ഷിക്കേണ്ട കാര്യത്തിലേക്ക് മോദി സർക്കാർ മാറുകയും അതിനുശേഷമല്ല ഈ ഒരു രാജിയിലേക്കൊക്കെ കടന്നത്. ഇവിടെ സോഷ്യൽ മീഡിയയുടെ ശക്തി അല്ലെങ്കിൽ യുവാക്കളുടെ ചിന്താശേഷി അതൊക്കെ തങ്ങളെക്കാളും വളരെ മുകളിലാണ് എന്ന് BJPയും സംഘപരിവാറിന്റെ ആളുകളും തിരിച്ചറിയുന്നു എന്നതാണ് ഈ സമരത്തിന്റെ ഒരു വലിയ ഹൈലൈറ്റ്. അതായത് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം വേർതിരിക്കാം, ഗോമൂത്രം കുടിച്ചാൽ നമ്മൾ സൂപ്പർ പവർ ആകും, പുഷ്പക വിമാനമായിരുന്നു ആദ്യത്തെ ഇന്ത്യൻ എയർലൈൻസ്, ഇതുപോലെയൊക്കെയുള്ള ശാസ്ത്രീയമല്ലാത്ത വെറും നിരർത്ഥകമായ വാദങ്ങൾ പറഞ്ഞുകൊണ്ട് ജയ് ശ്രീറാം വിളിച്ചാൽ, ഒരു പള്ളി ഉണ്ടായിരുന്നത് അമ്പലമാണെന്ന് പറഞ്ഞാൽ, ഏത് വിഷയവും പറയുമ്പോൾ അവിടേക്ക് ജിഹാദി എന്നും മുസ്ലിം എന്നും ഹിന്ദു എന്നും പറഞ്ഞ് വേർതിരിവുണ്ടാക്കാൻ ശ്രമിച്ചാലൊക്കെ ഈ രാജ്യത്തെ ആ നിലയിലേക്ക് വലിച്ചുകൊണ്ട് പോകാമെന്ന് കരുതിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് പരീക്ഷിച്ച് വിജയിച്ച ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു. വർഗീയത പറഞ്ഞ്, ജാതി പറഞ്ഞ്, മതം പറഞ്ഞ് ആളുകളെ ഭിന്നിപ്പിച്ച് തങ്ങളുടെ പരിധിയിലേക്ക് ആളുകളെ കൊണ്ടുവന്ന് ജയിച്ചു പോന്നിരുന്ന, അധികാരം നിലനിർത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ആ കാലഘട്ടം കഴിഞ്ഞുപോയി എന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ് പുതുതലമുറ BJPക്ക് നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് BJPയുടെ സംഘടിതമായ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്, രാജ്യത്തെ ഏറ്റവും സമ്പത്തുള്ള പാർട്ടിയാണ്, ഏറ്റവും കൂടുതൽ സംഭാവന വ്യവസായികളിൽ നിന്ന് ലഭിക്കുന്ന പാർട്ടിയാണ്, ഏറ്റവും കേന്ദ്രീകൃതമായിട്ടുള്ള രണ്ട് രീതിയിലും IT സംവിധാനങ്ങൾ, സോഷ്യൽ മീഡിയ സംവിധാനങ്ങളുള്ള പാർട്ടിയാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഈ രാജ്യത്ത് സർവ്വവ്യാപിയായിട്ടുള്ള ഒരു പാർട്ടിയെ ഈ രാജ്യത്തെ യുവാക്കൾ ചേർന്ന്, വിദ്യാർത്ഥികൾ ചേർന്ന് ലോക്ക് ചെയ്ത കാഴ്ചയാണ്, മുട്ടുമടക്കിച്ച കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതായത് പരമ്പരാഗതമായി BJPയും അവരുടെ സംഘടനാ സംവിധാനവും അവരുടെ രാഷ്ട്രീയ സംവിധാനവും ഒക്കെ നയിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അവർ പദ്ധതികൾ ഇട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മുഴുവൻ സംവിധാനങ്ങളും അടപടലം ഈ യുവാക്കൾക്ക് മുന്നിൽ പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണുന്ന ഒരു സവിശേഷമായ കാര്യം. അതായത് BJPക്ക് പ്രതിപക്ഷത്തെ നിലയ്ക്ക് നിർത്താൻ കഴിയുമായിരിക്കാം, പ്രതിപക്ഷത്തിൻ്റെ വാദങ്ങളിൽ നിന്ന് ഒളിച്ചോടാനോ അതിനെതിരെ നിലപാടെടുക്കാനോ EDയെ കൊണ്ടുവരാനോ പോലീസിനെ ഇറക്കാനോ ഒക്കെ കഴിയുമായിരിക്കാം, അതിലവർക്ക് വിജയിക്കാൻ സാധിക്കുമായിരിക്കാം, MLAമാരെ ചാക്കിട്ട് പിടിക്കാൻ കഴിയുമായിരിക്കാം, ഓരോ സംസ്ഥാനങ്ങളിലും അധികാരം പിടിക്കാൻ കഴിയുമായിരിക്കാം, അവർ വിചാരിക്കുന്നത് എന്തും ഈ രാജ്യത്ത് നടത്താമായിരിക്കാം. പക്ഷേ യുവാക്കളുടെ സാമാന്യ യുക്തിയെ ചോദ്യം ചെയ്തുകൊണ്ട്, യുവാക്കളെ വെല്ലുവിളിച്ചുകൊണ്ട്, വരും തലമുറയെ അടിച്ചൊതുക്കിക്കൊണ്ട്, ഏതെങ്കിലും തരത്തിൽ അവരെ ഭയപ്പെടുത്തിക്കൊണ്ട്, അവരെ നിർജീവമാക്കിക്കൊണ്ട് ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്നതിൻ്റെ ഒരു ചെറിയ ടെസ്റ്റ് ഡോസ്, അല്ലെങ്കിൽ ഒരു വലിയ സാമ്പിളാണ് ഇപ്പോൾ കണ്ടത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് BJPയുടെ സംഘടനാ രീതി എന്നല്ല, രാഷ്ട്രീയപരമായിട്ടുള്ള അവരുടെ ഓരോ അജണ്ടകളിലും ഇനി അങ്ങോട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടുക തന്നെ ചെയ്യും എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ സമരത്തിനുണ്ടായിരിക്കുന്ന ആദ്യ വിജയം എന്ന് ഞാൻ പറയാൻ കാരണം, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി കഴിഞ്ഞതിന് ശേഷം ചർച്ച എന്നുള്ളതായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടി പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ യുവാക്കൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനിയും ഈ വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നടപ്പാക്കേണ്ടതുണ്ട് എന്നവർ പറയുന്നു. എന്ന് മാത്രമല്ല, പ്രതിപക്ഷം ഉൾപ്പെടെ ഈ സമര രീതി മറ്റ് വിഷയങ്ങളിൽ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഇന്ധനവില വർധന കൂടുന്നു, കുതിച്ചുയരുന്നു ഇന്ധനവില, അതുപോലെ തന്നെ രൂപയുടെ മൂല്യമിടിയുന്നു, തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നു, പല സംസ്ഥാനങ്ങളിലും പരിസ്ഥിതി സംബന്ധമായ സമരങ്ങൾ നടക്കുന്നുണ്ട്, അദാനിയുടെ കടന്നുകയറ്റം, കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ തീരുമാനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുമൂട്ടുന്ന സ്വകാര്യവൽക്കരണം, അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ഈ രാജ്യത്ത് പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ചില മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഇപ്പോൾ ഈ രാജ്യത്ത് ആക്റ്റീവായി 10-ലേറെ ജനകീയ സമരങ്ങൾ സജീവമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം സമരങ്ങളുടെയൊക്കെ രീതികൾ
ഇനി മാറുമോ, അല്ലെങ്കിൽ ആ സമരങ്ങളെയൊക്കെ പ്രതിപക്ഷം ഈ രീതിയിൽ ഏകോപിപ്പിക്കുമോ, അങ്ങനെയുള്ള ഒരുപാട് രാഷ്ട്രീയപരമായ ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുക കൂടി ചെയ്യുന്ന വിധത്തിലാണ് ഈ സമരത്തിന് ഇപ്പോൾ ഒരു താൽക്കാലികമായെങ്കിലും ഒരു പരിസമാപ്തി ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.